ഒരു ശരാശരി മലയാളിക്ക് ഒരു ദിവസം എത്ര യൂണിറ്റ് വൈദ്യുതി ആവശ്യമുണ്ട്? കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പവർ ക്രൈസിസിനെ മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ദിവസം 8 കോടി മുതൽ 10 കോടി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന്റെ പോപ്പുലേഷൻ 3.5 കോടി ജനങ്ങളിൽ നിന്ന് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഏകദേശം 2.5 യൂണിറ്റ് വൈദ്യുതിയാണ് ഒരു ദിവസം ആവശ്യമുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, മലയാളിക്ക് അടുത്ത വർഷവും 2.5 യൂണിറ്റ് വൈദ്യുതി മതിയോ? വൈദ്യുതി ഉപയോഗവും വൈദ്യുതി ക്രമീകരണമൊക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോഡ് ഷെഡിങ് വരെ എത്തി നിൽക്കുന്ന കേരളത്തിന്റെ പവർ ക്രൈസിസിനെ പറ്റിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച. 2 തരത്തിലുള്ള വാദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു കൂട്ടർ പറയുന്നത് KCB കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തില്ല, അവരുടെ ഫോർകാസ്റ്റിംഗ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളതെന്നാണ്. എന്നാൽ മറുപക്ഷം പറയുന്നത് KCB പ്ലാനിംഗ് ഒക്കെ കൃത്യമായി നടത്തിയതാണ്, എന്നാൽ US ഇറാനുമായിട്ട് ഉണ്ടായിട്ടുള്ള വിഷയവും പെട്ടെന്നുണ്ടായ പാചകവാതക പ്രതിസന്ധിയും അത് ഗ്രിഡിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒക്കെ എങ്ങനെയാണ് മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുകയെന്നാണ് അവർ ചോദിക്കുന്നത്. കേരളത്തിൽ ഒറ്റ മാസം കൊണ്ട് 12 ലക്ഷം ഇൻഡക്ഷൻ കുക്കറുകളാണ് വിറ്റുപോയതെന്ന് പറയുന്നു. എന്തായാലും ഡിബേറ്റുകൾ നടക്കട്ടെ, വരും കൊല്ലങ്ങളിൽ പ്രതിസന്ധി ഇല്ലാതിരിക്കട്ടെ. എന്നാൽ ഒരു കാര്യം നമുക്ക് നിസ്സംശയം പറയാം, കൂടുതൽ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചുകൊണ്ടും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടൊക്കെ നമ്മുടെ ഗ്രിഡ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കൂടാതെ കുറെ കൂടെ സീരിയസ് ആയിട്ടുള്ള, കുറെ കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗും അത്യാവശ്യമായി വരികയാണ്. അതിനൊരു റീസൺ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പ്ലാൻഡ് ഔട്ടേജസ് ആണ് ഉണ്ടാവുക. നോർമലി പബ്ലിക്കിനെ മുൻകൂട്ടി അറിയിക്കാതെ അവിടെ രാത്രി കറണ്ട് ഒന്നും കട്ട് ചെയ്യില്ല. അങ്ങനെ സംഭവിച്ചാൽ അവിടെ ആളുകൾ തണുത്ത് മരിക്കാൻ വരെ സാധ്യതയുണ്ട്. ഇതൊക്കെ ഡെവലപ്ഡ് കൺട്രീസ് ആണെന്നുള്ളത് മറന്നുകൊണ്ടല്ല പറയുന്നത്, നമ്മുടെ നാടും അത്തരം സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാത്രി 1 മണിക്കൂറൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ അസഹനീയമായ ചൂടാണ്. ഇതൊരു സീരിയസ് കൺസേൺ കൂടിയാണ്. കൊച്ചു കുട്ടികളൊക്കെയുള്ള വീടുകളിൽ വലിയ ബുദ്ധിമുട്ട് ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇത്തരം എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥ കുറെ കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജി സ്റ്റഡി പറയുന്നത് ചൂട് കൂടുമ്പോൾ ആളുകൾക്ക് ദേഷ്യം കൂടും, വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള സാധ്യത കൂടും എന്നൊക്കെയാണ്. സദ്യക്ക് പപ്പടം കിട്ടാത്തതിന് കൂട്ടത്തല്ലുണ്ടാവുന്ന നമ്മുടെ നാട്ടിൽ കറണ്ട് കൂടെ പോയാലുള്ള അവസ്ഥ കണ്ടറിയണം കോശി.